മുത്തായ തങ്ങൾ അല്ലാഹുവിനെ കൊണ്ട് സത്യം ചെയ്തിട്ടാ പറയുന്നത്, വല്ലാഹി സുമ്മ വല്ലാഹ്, ഈ പ്രപഞ്ചത്തിന്റെ നാഥനായ അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ലൗ തഅലമൂന മാ അഅലമൂ, ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, മരണത്തിനെ സംബന്ധിച്ച്, മരണത്തിന് ശേഷമുള്ള ഖബർ ജീവിതത്തെ സംബന്ധിച്ച്, ബഅസിന്റെ നാളിനെ സംബന്ധിച്ച്, പരലോക വിചാരണയുടെ നാളിനെ സംബന്ധിച്ച് എനിക്കെന്റെ റബ്ബ് അറിയിച്ചു തന്നതെങ്ങാനും ഞാൻ അറിയും പോലെ നിങ്ങളെങ്ങാനും അറിഞ്ഞിരുന്നെങ്കിൽ ലളഹഖതും ഖലീലാ വലബകൈതും കസീറാ, നിങ്ങൾ വളരെ കുറച്ചു മാത്രം ചിരിക്കുകയും ധാരാളമായി നിങ്ങൾ കരയുകയും ചെയ്യുമായിരുന്നു. ഖാല റസൂലുള്ളാഹി, എനിക്കെന്റെ റബ്ബ് അറിയിച്ചു തന്ന മരണം ശേഷമുള്ള ഖബറു ജീവിതം, പരലോക വിചാരണയുടെ നാള്, ഇതിനെയെല്ലാം സംബന്ധിച്ച് കത്തിക്കാളുന്ന ഭീകരമായ നരകത്തിന്റെ ആ ഭീകരമായ ചിത്രത്തെ സംബന്ധിച്ച് എന്റെ റബ്ബ് എനിക്ക് അറിയിച്ചു തന്നത് അതുപോലെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നുവെങ്കിൽ ലളഹഖതും ഖലീലാ വലബകൈതും കസീറാ, നിങ്ങൾ വളരെ കുറച്ചു മാത്രം ചിരിക്കുകയും വലബകൈതും കസീറാ, നിങ്ങൾ ധാരാളമായി എപ്പോഴും നിങ്ങൾ കരയുന്നവരാകുമായിരുന്നു. മാത്രമല്ല വല്ലാഹി ലൗ തഅലമൂന മാ അഅലമൂ, ഞാൻ അറിഞ്ഞതൊക്കെ നിങ്ങളും അറിഞ്ഞിരുന്നുവെങ്കിൽ വമാ തലദ്ദതും ബിന്നിസാഇ അലൽ ഫുർശി, ഒരൊറ്റ ഭാര്യ ഭർത്താക്കന്മാരോ അവരുടെ വിരിപ്പിൽ സുഖകരമായ ദാമ്പത്യ ജീവിതം നയിക്കില്ലായിരുന്നു. ഇതൊക്കെ അറിയേണ്ട രൂപത്തിൽ അറിഞ്ഞിരുന്നെങ്കിലേ സ്വന്തം ഭാര്യയുമായി കിടപ്പറ പങ്കിടാൻ പോലും ഒരു വിശ്വാസിക്കും കഴിയില്ല. അമ്മാതിരി കരഞ്ഞുകൊണ്ട് ജീവിക്കുമായിരുന്നു. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, വലഖറജതും ഇലസ്ഇദാതി തജ്അറൂന ഇലല്ലാഹ്, അല്ലാഹുവിന്റെ കത്തിക്കാളുന്ന ഭീകരമായ നരകത്തിന്റെ സ്ഥിതിവിശേഷമെങ്ങാനും ഞാൻ അറിഞ്ഞതുപോലെ നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ വലഖറജതും ഇലസ്ഇദാതി തജ്അറൂന ഇലല്ലാഹ്, ഏറ്റവും വലിയ ഉയർന്ന പർവ്വതത്തിന്റെ മുകളിൽ കയറി നിങ്ങൾ പ്രാർത്ഥന തപസ്സിലായി നിങ്ങൾ കഴിയുമായിരുന്നു. മുഹമ്മദ് മുസ്തഫ. ഭാര്യ ഭർത്തൃ ജീവിതം നയിക്കാൻ പറ്റൂല, ഭാര്യയുമായി കിടപ്പുറ പങ്കിടാൻ പറ്റൂല, അതിന് സാധിക്കൂല, അതിനൊരു രസമുണ്ടാകൂല, ഒരാസ്വാദനം ഉണ്ടാകൂല. നിങ്ങൾ ഏറ്റവും വലിയ പർവ്വത നിരകൾക്ക് മുകളിൽ പോയി നിങ്ങൾ സദാ പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷെ നിങ്ങൾ അത് ചെയ്യാത്തത്, നിങ്ങൾ നന്നായി ഭാര്യ ഭർത്തൃ ജീവിതം ആസ്വദിക്കുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ അറിഞ്ഞതൊന്നും നിങ്ങൾ അറിഞ്ഞിട്ടില്ല. ബഹുമാനപ്പെട്ട ഇബ്നു അബി ദുനിയാ തങ്ങൾ റഹിമഹുല്ലാഹ് അവിടുത്തെ സിഫത്തുന്നാർ എന്ന ഗ്രന്ഥത്തിൽ നരകത്തിന്റെ ഭീകരമായ ആ രംഗങ്ങൾ ഇങ്ങനെ വിശദീകരിച്ചുകൊണ്ട് മഹാനവർകൾ ചോദിക്കുകയാണ്, ഹല്ലാ ബക്കൈനാ ലിഖസ്വതി ഖുലൂബിനാ, ഹല്ലാ ബക്കൈനാ ലില്ലാഹി ലഅല്ലല്ലാഹു യർഹമുനാ, ഹല്ലാ ബക്കൈനാ ഖൗഫൻ മിനന്നാർ, ഹല്ലാ ബക്കൈനാ ഖൗഫൻ മിൻ സൂഇൽ ഖാതിമ. ഓ വിശ്വാസികളെ, ഹല്ലാ ബക്കൈനാ ലിഖസ്വതി ഖൽബിനാ,
നമ്മളുടെ ഖൽബുകൾ കടുകട്ടിയായി എന്തു പറഞ്ഞാലും അങ്ങോട്ട് കയറാത്തവണ്ണം, കണ്ണിന് ഒരു നനവും വരാത്തവണ്ണോ, ഖൽബിന് ഒരു മാറ്റവും വരാത്തവണ്ണോ നമ്മുടെ ഖൽബുകൾ, ഹൃദയങ്ങൾ കടുകട്ടിയായി പോയതിന്റെ പേരിൽ ഹല്ലാബകൈനാ, നമ്മൾ കരയുന്നില്ലേ? ഓ, നിങ്ങൾക്ക് കരച്ചിൽ വരുന്നില്ല? ഹല്ലാബകൈനാ ലില്ലാഹി ലഅല്ലല്ലാഹു യർഹമുനാ. പടച്ച തമ്പുരാനായ റബ്ബ് തആല നമ്മളോട് കരുണ ചെയ്യുമോ ഇല്ലേ എന്ന് ഓർത്തിട്ട് കരയുന്നില്ലേ? ഹല്ലാബകൈനാ ഖൗഫൻ മിനന്നാർ. നരകത്തെ കുറിച്ച് ചിന്തിച്ചിട്ടോ കരയുന്നില്ലയോ? നമുക്ക് കരച്ചിൽ വരുന്നില്ലയോ? ഹല്ലാബകൈനാ ഖൗഫൻ മിൻ സൂഇൽ ഖാത്തിമ. ഈ ലോകത്ത് ഒന്ന് വിട പറയുന്ന സമയത്ത് ഈമാന് നഷ്ടപ്പെട്ട സൂഉൽ ഖാത്തിമയായി, അന്ത്യം മോശമായി കാഫിര്യങ്ങൾ ചത്തുപോകുന്നത് പോലെ ചത്തുപോകേണ്ട ഒരു ഗതികേട് വന്നെത്തുമോ എന്ന് ചിന്തിച്ചിട്ട് ഹല്ലാബകൈനാ ഹല്ലാബകൈനാ. നമ്മൾ കരയുന്നില്ലേ? നമുക്ക് കരച്ചിൽ വരുന്നില്ലേ എന്ന് മഹാന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ ചോദിക്കുകയാണ്. നാഥനായ റബ്ബേ, ഞങ്ങളെ കണ്ണുകൾ നനയാൻ, നിന്നെ കുറിച്ചോർത്ത് കരയാൻ, നിന്റെ ഹബീബായ മുത്താറ്റൽ തങ്ങളെ കുറിച്ച് ചിന്തിച്ച് കരയാൻ, മരണത്തെ കുറിച്ചോർത്ത് കരയാൻ, ശേഷമുള്ള ഖബർ ജീവിതത്തെ കുറിച്ച് ചിന്തിച്ച് കരയാൻ, പരലോക നാളിനെ കുറിച്ച് ചിന്തിച്ച് കരയാൻ. എനിക്ക് സ്വർഗമാണോ അതല്ല നരകമാണോ? നീ എന്നോട് റഹ്മത്ത് ചെയ്യുമോ? നീ എന്നോട് കരുണ ചെയ്യുമോ എന്ന് ചിന്തിച്ച് കരയാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇതൊരു വലിയ തൗഫീഖാണ്. ഒരുപാട് അമലൊന്നും കൊണ്ടുപോകാനില്ല. ആഖിറത്ത് ചെല്ലുമ്പോ തുലാസിൽ വെച്ചു കൊടുത്തിട്ട് ഘനം കൂടാൻ പറ്റിയ അമലുകളൊന്നും നമ്മുടെ കൈകളിൽ ഇല്ല. ഇനി ഇതൊക്കെ ചെറിയ എളുപ്പ വഴികൾ, പരലോകം രക്ഷപ്പെടാനുള്ള എളുപ്പ മാർഗങ്ങൾ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാണ്. കരയാൻ പറ്റുമെങ്കിൽ ഒരു തുള്ളി കണ്ണുനീരെങ്കിലോ നിന്റെ കണ്ണിൽ നിന്ന് ഇറ്റു വീഴാൻ കഴിയുമെങ്കിൽ നീ രക്ഷപ്പെടുമെന്ന് സയ്യിദുനാ വ നബിയുനാ വ ഹബീബുനാ റസൂലുള്ളാഹി. അല്ലാഹു ഭാഗ്യം നൽകട്ടെ. അല്ലാഹുവിനെ കുറിച്ച് ഓർത്തുള്ള ഒരു തുള്ളി കണ്ണുനീര് മതി സമുദ്ര സമാനമായി പരന്നു കിടക്കുന്ന അല്ലാഹുവിന്റെ കത്തിക്കാളുന്ന നരകാഗ്നിയെ അണച്ചുകളയാൻ നീ പാതിരാത്രിയിൽ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ചോ, നീ അല്ലാഹുവിന്റെ മുമ്പിൽ കരഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നരകാഗ്നിയെ കെടുത്തിക്കളയാൻ നിന്റെ ഒരു തുള്ളി കണ്ണുനീരിനു കഴിയുമേ. വളരെ മനോഹരമായ ഒരു ഹദീസിലൂടെ അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ബഹുമാനപ്പെട്ട ഇമാമുനാ അബൂ ഹമീദ് അൽ ഗസാലി തങ്ങൾക്ക് മുകാശിഫത്തുൽ ഖുലൂബ് എന്നൊരു ഗ്രന്ഥമുണ്ട്. അതിൽ അല്ലാഹുവിനെ സംബന്ധിച്ച്, റബ്ബിനെ ഭയപ്പെട്ടു ജീവിക്കുന്നതിനെ സംബന്ധിച്ച്, അല്ലാഹുവിനെ കുറിച്ച് ഓർത്ത് കരയുന്നതിനെ സംബന്ധിച്ച്, നരകത്തെ കുറിച്ച് ചിന്തിച്ച് കരയുന്നതിനെ സംബന്ധിച്ച് സുദീർഘമായ ഒരു ഹദീസിലൂടെ അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഖിയാമത്ത് നാളിൽ ഒരു അടിമയെ വിചാരണയ്ക്ക് കൊണ്ടുവന്നു നിർത്തിയിട്ട് മലക്കുകൾ അയാളെ വിചാരണ ചെയ്യുന്ന ആ രംഗം ലൈവായി നേർക്കുനേരെ ഇന്നലെ രാത്രിയിൽ എനിക്ക് എന്റെ റബ്ബ് കാണിച്ചു തന്നു സഹാബാ. അള്ളാഹുവിന്റെ റസൂലിന് അത് കാണാൻ പറ്റും. അങ്ങനെയൊക്കെ ഉമ്മത്തിന് പഠിപ്പിച്ചു കൊടുക്കുവാൻ അള്ളാഹുവിന്റെ റസൂലിന് അല്ലാഹ് കാണിച്ചു കൊടുക്കോ. നബിതങ്ങൾ പറയുകയാണ്, ആ മനുഷ്യനെ മലക്കുകൾ വിചാരണ ചെയ്യുകയാണ്. വിചാരണ ചെയ്ത് അവസാന അയാളുടെ തിന്മകളാണ് മുൻതൂക്കം വന്നത്.
നന്മകൾ കുറവോ, തിന്മകൾ ഇങ്ങനെ മുൻതൂക്കമായി തിന്മയുടെ ദിലാസിൽ അയാളെ എടുത്ത് നരകത്തിലേക്ക് എറിഞ്ഞു കളയാൻ അല്ലാഹു മലക്കുകളോട് കൽപ്പിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. തിന്മ മുൻതൂക്കം വന്നപ്പോ അല്ലാഹു മലക്കുകളോട് പറയും, എടുത്ത് നരകത്തിലെറി. സുബ്ഹാനല്ലാഹ്, നരകത്തിലെറിയോ എന്ന് മലക്കുകൾ പറയുമ്പോൾ ആ മനുഷ്യ ശരീരത്തിലെ വളരെ ലോലമായ അവന്റെ കണ്ണിന്റെ മുകളിൽ പ്രൊട്ടക്ഷനായി അല്ലാഹു നൽകിയിട്ടുള്ള കൻപീലി, ആ കൻപീലികൾ എണ്ണി ക്ലിപ്തപ്പെടുത്താൻ മാത്രം കഴിയുന്ന ആ മനുഷ്യന്റെ കൻപീലികളിൽ അവന്റെ രണ്ടു കണ്ണുകളിൽ നിന്ന് ആ കൻപീലികൾ അല്ലാഹുവിനോട് സംസാരിക്കുന്നു. മുമ്പ് നമ്മൾ കേട്ടതാണല്ലോ, അന്തഖനല്ലാഹുല്ലദീ അന്തഖ കുല്ല ശൈഇൻ വഹുവല്ലദീ ഖലഖകും അവ്വല മറ. ഒരു സ്കെച്ചും പ്ലാനും ഒന്നുമില്ലാതെ അല്ലാഹു നമ്മളെ പടച്ചവനാണ്, സൃഷ്ടിച്ചവനാണ്. എന്നാ പിന്നെ എന്തേ ആ റബ്ബിന് നമ്മളുടെ ഓരോ അവയവങ്ങളെ കൊണ്ട് ആഖിറത്തിൽ സംസാരിപ്പിച്ചുകൂടാ? ഈ മനുഷ്യന്റെ രണ്ട്, ഏത് മനുഷ്യനാ നരകത്തിലേക്ക് വലിച്ചെറിയാൻ അല്ലാഹു കൽപ്പിച്ച ആ മനുഷ്യന്റെ രണ്ട് കണ്ണുകളിലുള്ള ആ കൻപീലികൾ സംസാരിക്കുന്നു. എന്താ സംസാരിക്കുന്നത്? യാ റബ്ബ്, പടച്ചവനെ, ലോകരക്ഷിതാവായ അല്ലാഹുവേ, റസൂലുക മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി നിന്റെ റസൂലാണ്, മുഹമ്മദ് റസൂലുള്ള നിന്റെ പ്രവാചകരാ. ആ മുത്തായ നബി തങ്ങൾ അവിടുത്തെ ദഅവത്തിന്റെ പ്രബോധന കാലത്ത് ഉമ്മത്തുകളായ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മംബകാ മിൻ ഖശിയത്തില്ലാഹി, അല്ലാഹുവിനെ ഭയപ്പെട്ട് പേടിച്ച് ആരൊരാൾ ദുനിയാവിൽ കരഞ്ഞിട്ടുണ്ടോ, ആ കരഞ്ഞ കണ്ണും ആ ശരീരവും നരകത്തിൽ ഇടൂല്ല. സയ്യിദുനാ റസൂലുള്ളാഹി. മനുഷ്യനല്ല, ആ മനുഷ്യനല്ല പറയുന്നത്, അവന്റെ തൊള്ള കൊണ്ട് പറയില്ല, അവന്റെ കൻപീലി സംസാരിക്കുകയാണ്. നിന്റെ പ്രവാചകർ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. യാ അല്ലാഹ് വ ഇന്നി ബകൈതു മിൻ ഖശിയത്തില്ലാഹ്. എത്രയോ രാത്രികൾ ഈ മനുഷ്യനാകുന്ന, ഈ വ്യക്തിയുടെ കണ്ണാകുന്ന ആ കണ്ണിന് മുകളിൽ പ്രൊട്ടക്ഷനായി നീ കൊടുത്തിട്ടുള്ള ആ കൻപീലി ഈ മനുഷ്യൻ എത്രയോ രാത്രികളിൽ, എത്രയോ സമയങ്ങളിൽ നിന്നിലേക്ക് പ്രാർത്ഥിക്കാൻ കൈകൾ ഉയർത്തുമ്പോഴേക്കോ ഇയാൾ ചെയ്തു പോയ പാപങ്ങളെ കുറിച്ചോർത്ത് ചിന്തിച്ചിട്ട് ഈ മനുഷ്യൻ നന്നായി കരഞ്ഞിട്ടുണ്ട്. റബ്ബേ, നന്നായി കരഞ്ഞിട്ടുണ്ട്. ആ കരഞ്ഞ കാരണത്താൽ ഈ കൻപീലികളാകുന്ന ഞങ്ങൾ നനഞ്ഞിട്ടുണ്ട് അല്ലാഹ്. അതുകൊണ്ട് രക്ഷപ്പെടുത്തുന്നില്ലേ റബ്ബേ? നമുക്ക് വേണ്ടി നമ്മൾ കരഞ്ഞപ്പോ നനഞ്ഞ കൻപീലി അല്ലാഹുവിനോട് സംസാരിക്കുകയാ. സുബ്ഹാനല്ലാഹ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഈ മനുഷ്യന്റെ കണ്ണിന്റെ കൻപീലി അല്ലാഹുവോട് അങ്ങനെ സംസാരിക്കുമ്പോ കാരുണ്യക്കനിയായ അല്ലാഹു വയഗ്ഫിറുല്ലാഹു ലഹു വയസ്തഖ്ലിസുഹു മിനന്നാർ ബിബറകത്തി ശഅറത്തിൻ വാഹിദ. ആ ഒരൊറ്റ ആ നനഞ്ഞ കൺപീലിയുടെ ആ സംസാരം കൊണ്ട്, ശഫാഅത്ത് കൊണ്ട് അല്ലാഹു ഇദ്ദേഹത്തിന്റെ പാപങ്ങളെല്ലാം പുറത്തു കൊടുത്തു അയാളെ അല്ലാഹു നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നു. സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവിനെ കുറിച്ച് ഓർത്ത് ചിന്തിച്ച് കരയാൻ റബ്ബ് തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കോടാനകോടിക്കണക്കിന് മലക്കുകൾ ഈ രംഗത്തിന് സാക്ഷിയാ. ആ മലക്കുകളുടെ നേതാവായ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമും വിചാരണയുടെ നാളിൽ പരലോകത്ത് ഇത് കണ്ടുകൊണ്ടിരിക്കുക. ജിബ്രീൽ അലൈഹിസ്സലാമിന് അത്ഭുതമായി. ഈ അത്ഭുതം കാണുമ്പോ, ഏതാ അത്ഭുതമല്ലേ?
ഒരു മനുഷ്യനെ നരകത്തിൽ എറിയാൻ പറയുമ്പോ മലക്കുകൾ ഇയാളെ നരകത്തിലേക്ക് കൊണ്ടുപോകുമ്പോ അദ്ദേഹത്തിന്റെ കൻപീലി സംസാരിക്കുകയാണ്. ഒരൊറ്റ കാരണം കൊണ്ട് അള്ളാഹു അങ്ങ് പുറത്തു കൊടുത്തപ്പോ ഇതൊരു വലിയ അത്ഭുതമല്ലേ? ജിബ്രീൽ അലൈഹിസ്സലാമിന് അത്ഭുതമായി. ജിബ്രീൽ എന്ത് ചെയ്യുമെന്നറിയുമോ? ആ പരലോക വിചാരണയുടെ നാളിൽ വിചാരണ നേടുന്ന കോടിക്കണക്കിന് ജനങ്ങളെ നോക്കിയിട്ട് ജിബ്രീൽ ഒരൊറ്റ വിളിയാണ്, നജാ 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 ഫുലാൻ ബിൻ ഫുലാൻ ബിശഅറത്തിൻ വാഹിദ. ഈ പരലോക വിചാരണയുടെ നാളില് അള്ളാഹുവിന്റെ കോടതിയില് വിചാരണ നേരിടുന്ന ജനങ്ങളെ നിങ്ങൾ അറിഞ്ഞോ? നജാ, ഇതാ ഒരു മനുഷ്യൻ രക്ഷപ്പെട്ടിരിക്കുകയാണ്. ജിബ്രീൽ വിളിച്ചു പറയാ, അത് കാണാത്തവരെ അറിയിക്കുക. നജാ, ഇതാ ഒരു മനുഷ്യൻ രക്ഷപ്പെട്ടു, ഇതാ ഒരു മനുഷ്യൻ രക്ഷപ്പെട്ടു. ബിശഅറത്തിൻ വാഹിദ, അദ്ദേഹത്തിന്റെ കൻപീലികളിൽ ഒരു കൻപീലി അല്ലാഹുവോട് ശഫാഅത്ത് ചെയ്തു. ഒരൊറ്റ കാരണത്താൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ജിബ്രീൽ അങ്ങനെ വിളിച്ചു പറയുമെന്ന്. അള്ളാഹു നമുക്കതുകൊണ്ട് പരലോകം രക്ഷപ്പെടുന്നവരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇമാം അബൂ ഹമീദ് അൽ ഗസാലി തങ്ങൾക്ക് മറ്റൊരു കിതാബുണ്ട്, ബിദായത്തുൽ ഹിദായ. അതിൽ കുറച്ചുകൂടെ വ്യക്തമായി വളരെ മനോഹരമായി മഹാനവറുകൾ പഠിപ്പിക്കുന്നുണ്ട്. ഇദാ കാന യൗമുൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിൽ, വിചാരണയുടെ നാളിൽ, ജീഅ ബി ജഹന്നമ, അള്ളാഹുവിന്റെ കത്തി കാളുന്ന നരകത്തെ അള്ളാഹു മഅ്ശറയില് മലക്കുകൾ ഇങ്ങനെ കെട്ടിവലിച്ചു കൊണ്ടുവരുന്നു. ഇപ്പൊ നരകം എവിടെന്നറിയോ? ഏഴാം ഭൂമിയുടെ അടിത്തട്ടിൽ നബി മുഹമ്മദ് മുസ്തഫ. സ്വർഗം എവിടെയാണ്? ഏഴാം ആകാശത്തിന്റെ മുകളിൽ നബി മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പൊ ഈ നരകത്തെ ഇങ്ങനെ മലക്കുകള് പരലോക വിചാരണയുടെ നാളിൽ എല്ലാരും കണ്ടു നിൽക്കേ നരകത്തെ മലക്കുകൾ ഇങ്ങനെ കെട്ടിവലിച്ചു കൊണ്ടുവരും. നരകം ഇങ്ങനെ വലിയ ശബ്ദത്തിൽ അതാ അട്ടഹാസം പുറപ്പെടുവിക്കുകയാണ്. ഇന്ന് വരെ മനുഷ്യന്മാര് കേട്ടിട്ടില്ലാത്തവണ്ണോ അട്ടഹാസമായി പുറത്തോട്ട് വരികയാണ്. ഫതജസൂ കുല്ലു ഉമ്മത്തിൻ അലാ റുക്ബിഹാ, അത് കണ്ടു നിൽക്കുന്ന മുഴുവൻ മനുഷ്യന്മാരും പ്രവാചകന്മാരും മലക്കുകളും എല്ലാവരും മുട്ടുകാലിൽ വീണുപോകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഈ ശബ്ദം, ഈ നരകത്തിന്റെ ശബ്ദം കേട്ടിട്ട്, അട്ടഹാസം കേട്ടിട്ട് എല്ലാവരും മുട്ടുകാലിൽ വീണുപോകും. അങ്ങനെ വീണുപോകുമെന്ന് സൂറത്തുൽ ജാസിയയിൽ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വതറാ കുല്ലു ഉമ്മത്തിൻ ജാസിയ കുല്ലു ഉമ്മത്തിൻ തുദ്ആ ഇലാ കിതാബിഹാ. ഓരോരുത്തരുടെ കിതാബ് നൽകാൻ വേണ്ടിയിട്ട് ഓരോരുത്തരെ അതാ നരകം ഹാജരാക്കിയിട്ട് ആ നരകത്തിന്റെ മുമ്പിൽ ഓരോരുത്തർ നിർത്തപ്പെടുമ്പോൾ അവരോരോരുത്തരും മുട്ടുകാലിൽ വീണുപോകും, പേടിച്ച് ഭയം എന്ന് വിശുദ്ധ ഖുർആനിൽ ഖാല അല്ലാഹു അസ്സ വജൽ. ഇരിക്കട്ടെ സഹോദരങ്ങളെ, ആരാ കരഞ്ഞു പോകാത്തത്? ആരാ പേടിച്ച് ഭയന്നു പോകാത്തത്? നരകത്തെ സംബന്ധിച്ച് നമ്മളെങ്ങാനും മനസ്സിലാക്കിയിട്ടുണ്ടോ? മുത്തായ തങ്ങൾ പറയുകയാണ്, അർളുഹർ റസാസ് വസഖഫുഹൻ നുഹാസ് വഹീതാനുഹൽ കിബ്രീത്. അർളുഹർ റസാസ്, നരകത്തിന്റെ അടിത്തട്ട്, ഭൂമിയുടെ ഉപരിതലത്തിൽ നമുക്ക് വസിക്കാൻ അള്ളാഹു മണ്ണുകളെ ഭൂമിക്ക് മുകളിൽ നൽകിയതുപോലെ അള്ളാഹു നരകത്തിന്റെ അടിത്തട്ടിൽ നരകാവകാശികൾക്ക് നിൽക്കാൻ വേണ്ടി അള്ളാഹു മണലുകളാക്കി അള്ളാഹു വെച്ചു കൊടുക്കുന്നത് ഈയമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈയം ഉരുകിയാൽ എന്താ അവസ്ഥ? ഒരു തുള്ളി ഈയം ഉരുക്കി കയ്യിലൊന്നോ ഇട്ടാലോ എന്താ അവസ്ഥ? നരകത്തിന്റെ അടിത്തട്ടിൽ അല്ലാഹു മണൽത്തരികൾക്ക് പകരം ഈയമ, വസഖഫുഹൻ നുഹാസ്, തൊട്ടുമുകൾ തട്ടിലോ ചെമ്പ. അടി തീയും മുകളിൽ ചെമ്പുമാണെങ്കിൽ എന്താണ് അവസ്ഥ? വഹീതാനുഹൽ കിബ്രീത്. ചുറ്റുമതിലുണ്ട്, ചാടി വെളിയിൽ പോയി രക്ഷപ്പെടാ.
ഓടി രക്ഷപ്പെടാൻ പറ്റൂല. നരകത്തിന് ചുറ്റുമതിലുണ്ട്. ആ ചുറ്റുമതിലോ കിബിരീത്ത് കൊണ്ടാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. എന്താ കിബിരീത്ത് എന്ന് പറഞ്ഞാൽ? ഇന്ന് വെടിമരുന്നുണ്ടാക്കാൻ, സ്ഫോടനങ്ങൾ ഉണ്ടാക്കാൻ, ആറ്റം ബോംബ് ഉണ്ടാക്കാൻ ശാസ്ത്രം ഉപയോഗിക്കുന്ന ഒരു മരുന്നിന്റെ അറബി പേരാണ് കിബിരീത്ത്. അപ്പൊ നരകം ഇങ്ങനെ കത്തുമ്പോ അതിന്റെ ചുറ്റുമതിലൂടെ തീ പിടിച്ചാൽ അങ്ങനെ പൊട്ടി നിൽക്കൂലേ? നാഥനായ റബ്ബേ, ഞങ്ങളെ കാത്തു രക്ഷിക്കണേ അല്ലാഹ്. ജുമാഅയുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുത്തുനബി തങ്ങൾ പറയുകയാണ്, ഹർറുഹാ ശദീദ, ആ നരകത്തിന്റെ ചൂടിന്റെ കാഠിന്യം കണ്ടവരില്ല. വഖഅറുഹാ ബഈദ, ആ നരകത്തിന്റെ ആഴമറിഞ്ഞവരില്ല. വഹലിയുഹാ ഹദീദ, ആ നരകത്തിൽ അല്ലാഹു അണിയിച്ചു കൊടുക്കുന്ന ചില ആഭരണങ്ങളുണ്ട്. സ്വർണ്ണ വെള്ളിയൊന്നും അല്ല, പിന്നെയോ ഇരുമ്പിൻ്റെതാണ്. ദാഹിച്ചു കുടിക്കാൻ, വെള്ളം കുടിക്കാൻ നിലവിളിക്കുമ്പോ മലക്കുകൾ കൊണ്ട് ഒഴിച്ചു കൊടുക്കുന്നത് ഹമീം എന്ന് പറയുന്ന തിളച്ചു മറിയുന്ന നരകത്തിലെ ചൂട് പാനീയമാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. വസ്സദീദ്, ചീഞ്ചലം. മറ്റു നരകാവകാശികൾ വെന്തുരുകിയിട്ട് അവരുടെ ശരീരത്തിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന ചീഞ്ചലം ഇതാ കൊണ്ട് ഒഴിച്ചു കൊടുക്കും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുക, ഈ നരകത്തിന്റെ അട്ടഹാസം ഇങ്ങനെ കേൾക്കുമ്പോ കുല്ലു വാഹിദൻ ഹത്തൽ അംബിയാ വൽ മലായിക, മലക്കുകളും അതുപോലെ അംബിയാക്കളും എല്ലാ മനുഷ്യരോ മുട്ടുകാലിൽ വീണുപോകുമെന്ന് ഖാല റസൂലുള്ളാഹി. فتجتهد أمة محمد صلى الله عليه وسلم في دفعها. അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, നമ്മൾ മുഹമ്മദ് നബിയുടെ ഉമ്മത്തുകളായ നമ്മൾ ഇതിങ്ങനെ കാണുമ്പോ ആ നരകത്തിൽ നിന്നൊന്ന് രക്ഷപ്പെട്ടു കിട്ടാൻ ഒരു ശ്രമം, ഒരു പരിശ്രമം നടത്തും. എന്താ പരിശ്രമോ? അതൊന്ന് തടയാൻ, ആ കത്തിക്കാളുന്ന ആ തീനാളം ഒന്ന് അണഞ്ഞു കിട്ടാൻ, അതിന്റെ ചൂടൊന്ന് മാറിക്കിട്ടാൻ. അപ്പൊ നല്ല ആളുകളുണ്ടല്ലോ, മോമിനിങ്ങൾ നിസ്കരിച്ച സ്ഥലത്തതെടുത്ത് നോമ്പെടുത്ത് അള്ളാഹുവിനെ പേടിച്ച് ഭയന്ന് ജീവിച്ച ആളുകളൊക്കെ ഉണ്ടല്ലോ, അവരും കാണുമല്ലോ, എല്ലാരും ഉണ്ടല്ലോ. വിചാരണ കഴിഞ്ഞിട്ടില്ല, നരകത്തെ കൊണ്ടുവന്നല്ലേ ഉള്ളൂ. അപ്പൊ ആ നല്ല ആളുകള് നരകത്തെ നോക്കി ഇങ്ങനെ വിളിക്കും, യാ നാർ. നമ്മളിതൊക്കെ മനസ്സിലാക്കണം. അള്ളാഹു ഭാഗ്യം നൽകട്ടെ. കരയാനുള്ള എളുപ്പ വഴിയായി പറയുന്നത്. അതുകൊണ്ടാ മുത്തുനബി പറഞ്ഞത്, വല്ലാഹി ലൗ തഅലമൂന മാ അഅലമു ലളഹഖതും ഖലീലാ വലബകൈതും കസീറാ. ഞാൻ അറിഞ്ഞ പോലെ നിങ്ങൾ അറിഞ്ഞിട്ടില്ല. ഞാൻ അറിഞ്ഞ പോലെ എങ്ങാണ് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഭാര്യ ഭർത്തൃ ജീവിതം നയിക്കാൻ പറ്റൂല, നിങ്ങൾക്ക് സുഖകരമായൊരു ജീവിതം ആസ്വദിക്കാൻ പറ്റൂല. അള്ളാഹു നിങ്ങളെ അറിയിച്ചു തന്നിട്ടില്ല, ഞാൻ അറിഞ്ഞതൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അള്ളാഹുവിന്റെ റസൂല് നമുക്ക് നന്നാകാൻ വേണ്ടി പറഞ്ഞു തരികയാണ്. അങ്ങനെ ഉമ്മത്ത് മുഹമ്മദ് ഒരു പരിശ്രമം നടത്തുകയാണ്. ആ നരകത്തിന്റെ തീയെന്നണഞ്ഞു കിട്ടാ, ആ നരകത്തെ നോക്കി രണ്ട് കൈയും ഉയർത്തിയിട്ട നല്ല സാലിഹീങ്ങളായ മനുഷ്യരിങ്ങനെ വിളിക്ക, യാ നാറു ബിഹഖിൽ മുസല്ലി, യാ നാറു ബിഹഖിൽ മുസദ്ദിഖി, യാ നാറു ബിഹഖിൽ ഖാശി, യാ നാറു ബിഹഖിസ് സായിമീൻ. ഓ നരകമേ, ഞങ്ങളിലെ നല്ല നിസ്കാരക്കാർ, തഖ്വയോടെ പടച്ചവനെ പേടിച്ചു ജീവിച്ച നല്ല മുസല്ലിങ്ങൾ ഈ കൂട്ടത്തിലുണ്ട്. നന്നായി അല്ലാഹുവിനെ പേടിച്ച് വയന്നു ജീവിച്ചു നിസ്കരിച്ചവരുണ്ട്. ആ നിസ്കാരക്കാരുടെ ഹക്ക് കൊണ്ട് നിന്നോട് ഞങ്ങൾ പറയുകയാണ്, വബിഹഖിൽ മുസദ്ദിഖീൻ, സദഖ കൊടുത്ത, ദാനധർമ്മങ്ങൾ കൊടുത്ത നല്ല ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്. അവരുടെ ഹക്ക് കൊണ്ട് നിന്നോട് ചോദിക്കുകയാണ്, വബിഹഖിൽ ഖാശിഈൻ, അല്ലാഹുവിനെ പേടിച്ച് പാതിരാത്രിയില് നന്നായി പൊട്ടി പൊട്ടി കരഞ്ഞ ആളുകൾ, ഖാശിഈങ്ങൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. വബിഹഖിസ് സായിമീൻ, നോമ്പെടുത്തവരുണ്ട്. അവരുടെ എല്ലാം ഹക്ക് കൊണ്ട് ചോദിക്കുകയാണ്, ഓ നരകമേ, അന്തർജഇ, നീ ഒന്ന് മടങ്ങുമോ, നീ ഒന്ന് അടങ്ങുമോ? ഖാല റസൂലുള്ളാഹി, നീ ഒന്ന് അടങ്ങുമോ? നിന്റെ തീനാളത്തിന്റെ ഈ ശക്തി ഒന്ന് കുറയ്ക്കുമോ? ഞങ്ങൾക്ക് കൂടെ നിൽക്കാൻ പറ്റുന്നില്ല. ഫലാ തർജി, നരകം അടങ്ങൂല, നരകം മടങ്ങൂല. മുഹമ്മദുർ റസൂലുള്ളാഹി.
വയുനാദി ജിബ്രീൽ. ഇതിങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം കാണുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം വിളിച്ചു പറയുകയാണ്, അന്നന്നാറ ഖദ് ഖസദത് ഉമ്മത മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇതാ മുഹമ്മദ് നബിയുടെ സമുദായത്തെ പിടിച്ചു വിഴുങ്ങാൻ, കരിച്ചു കളയാൻ നരകം ഇതാ തയ്യാറെടുത്ത് നിൽക്കുകയാണല്ലോ അല്ലാഹ്. പെട്ടെന്ന് ജിബ്രീൽ അലൈഹിസ്സലാം മുസ്തഫായ തങ്ങളുടെ അടുത്തേക്ക് ചെല്ലുമെന്നോ, അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്ത് ചെന്നിട്ട് ഒരു പാത്രം, ഒരു സ്ഫടിക സമാനമായ ഒരു കുടത്തിന്റെ അത്രമാത്രം വലിപ്പമുള്ള ഒരു പാത്രം കൊണ്ടുവന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വെച്ച് നീട്ടിയിട്ട്, യാ റസൂലല്ലാഹ് ഖുദ് ഹാദാ നബിയെ ഫുർസുഹാ അലൈഹാ, ഇത് വാങ്ങിയിട്ട് ഇതിലുള്ള വെള്ളം ഈ സമുദ്ര സമാനമായി കാണുന്ന ഈ കത്തിയാളുന്ന നരകത്തിന്റെ മുകളിലേക്ക്, ആ തീനാളത്തിലേക്ക് തങ്ങളെ നിങ്ങളൊന്ന് വിതറു, ഒഴിച്ചു കൊടുക്കൂ സയ്യിദുനാ ജിബ്രീൽ. അപ്പോ മഹാനരായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീലിന്റെ കയ്യിൽ നിന്ന് ആ കുടവും വെള്ളവും വാങ്ങിയിട്ട് കത്തിക്കാളുന്ന അലറി വിളിക്കുന്ന നരകത്തിന്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ആ വെള്ളമങ്ങ് വിതറി അങ്ങ് ചെന്ന് വീഴുമ്പോഴേക്കും നരകം കത്തി നിലവിളിച്ച് കത്തിയാളുന്ന നരകമടങ്ങുമെന്ന് ഖാല റസൂലുള്ളാഹി. ഈ അത്ഭുതം കണ്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീലിനോട് ചോദിക്കും, മാ ഹാദൽ മാ, ജിബ്രീലേ ഇതൊരു വലിയ അത്ഭുത വെള്ളമാണല്ലോ, വലിയ അത്ഭുതമാണല്ലോ, ഇത്രയും ചെറിയ പാത്രത്തിൽ കൊണ്ടുവന്ന ഈ വെള്ളം മാത്രം എടുത്തു കുടയുമ്പോഴേക്കോ ഈ കത്തിയാളുന്ന നരകത്തിന്റെ തീജ്വാല കെട്ടുപോകുന്നുവെങ്കിൽ ഇതെന്ത് വെള്ളമാണ് ജിബ്രീലേ? അപ്പോഴാണ് സഹോദരങ്ങളെ ഞാനും നിങ്ങളും പാതിരാത്രിയുടെ അന്ത്യാവത്തിൽ അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദിലായി അള്ളാഹുവിന്റെ മുമ്പിൽ കൈകൾ ഉയർത്തിയിട്ട് പ്രാർത്ഥിച്ച് പൊട്ടിക്കരഞ്ഞിട്ട് നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ചാലിട്ടൊഴുകിയിട്ട് അത് കവിൾത്തടത്തിലൂടെ ഒഴുകിയിറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ വില അപ്പോഴാണ് മനസ്സിലാവുക. അള്ളാഹുവിന്റെ റസൂലിനോട് ജിബ്രീൽ പറയാണ്, ഓ മുത്താറ്റൽ നബിയേ, ഈ അത്ഭുത വെള്ളമേതെന്നറിയുമോ? ഹാദാ മാഉ ദുമൂഇ ഉസാതി ഉമ്മതിക അല്ലദീന മിൻ ഖശിയത്തില്ലാഹ്. തങ്ങളെ, നിങ്ങളെ ഉമ്മത്തികളിലെ നല്ല ആളുകള് ദുനിയാവിൽ അല്ലാഹുവിനെ പേടിച്ച് നരകത്തെ പേടിച്ച് കരഞ്ഞ കണ്ണുനീരുകളുണ്ടല്ലോ, ആ കണ്ണുനീരുകൾ അവരുടെ കവിൽ തടത്തിലൂടെ ഒഴുകിയിറങ്ങിയപ്പോ ഞാനാകുന്ന ജിബ്രീൽ ചെന്നിട്ട് എന്റെ കൈകൾ കൊണ്ട് ആ കണ്ണുനീര് തുടച്ചെടുത്തിട്ട് ഞാനൊരു പാത്രത്തിലാക്കി സൂക്ഷിച്ചു വെച്ചു നബിയേ. ഇതുപോലെ ഒരു വിചാരണയുടെ നാളില് അവരെ രക്ഷപ്പെടുത്താൻ, ആ നരകത്തിന്റെ തീ അണച്ചു കളയാൻ അള്ളാഹു എന്നോട് ഈ വെള്ളം, ഈ കണ്ണുനീര് സ്വരൂപിച്ചു വെക്കാൻ പറഞ്ഞു. ആ കണ്ണുനീരാല് ഞാന് കൊണ്ടുവന്ന് ഒഴിക്കാൻ തങ്ങളെ കൈകളിൽ തന്നത് യാ നബി അല്ലാഹു നമുക്കും ഭാഗ്യം നൽകട്ടെ. നബി തങ്ങൾ സഹാബത്തിന് ഈ സംഭവം പറഞ്ഞു കൊടുത്തിട്ട് അള്ളാഹുവിന്റെ റസൂല് സഹാബത്തിന്റെ മുമ്പിൽ പൊട്ടി കരഞ്ഞിട്ടൊരു പ്രാർത്ഥന നടത്തി. അല്ലാഹുമ്മ ഇർസുഖ്നാ ഐനൈനി തബ്കിയാനി മിൻ ഖശിയതിക ഖബ്ല അൻ യകൂന അദ്ദമാ. ച്ചവനെ, ആഖിറത്തിൽ പോയി കരഞ്ഞു നിലവിളിച്ച് കണ്ണുനീര് വറ്റിപ്പോകുന്നതിന്റെ മുമ്പ് ദുനിയാവിൽ നന്നായി നിന്നെ കുറിച്ച് ഓർത്ത് കരയാൻ നീ ഭാഗ്യം നൽകണേ അല്ലാ. സയ്യിദുനാ റസൂലുള്ളാഹി. ഇന്നിപ്പോ കരയുമ്പം കണ്ണുനീര് വരും. അന്ന് അവിടെ പോയി കരഞ്ഞാൽ 40 കൊല്ലം കരഞ്ഞതിന് ശേഷമാണ് നരകത്തെ കാക്കുന്ന മലക്കൊന്ന് തിരിഞ്ഞു നോക്കുക മുഹമ്മദ് മുസ്തഫ എന്തേ എന്ന് ചോദിക്കുന്നത്. 40 കൊല്ലം മനുഷ്യന്മാര് കരഞ്ഞാ പിന്നെ കണ്ണുനീര് വരൂല. കണ്ണുനീരിന് പകരം പിന്നെ അവിടെ വരുന്നത് രക്തമാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അതുകൊണ്ടാണ് നബി തങ്ങൾ ദുആയിരുന്നത്,
അല്ലാഹുമ്മ ർസുഖ്നാ ഐനൈനി തബ്കിയാനി മിൻ ഖശിയതിക ഖബ്ല അൻ യകൂന ദമ. ഉടച്ചവനെ, ആഖിറത്തിൽ പോയി കരഞ്ഞ് കണ്ണുനീര് വറ്റി രക്തം വരുന്നതിന് മുമ്പ് ദുനിയാവിൽ നന്നായി കരയാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. വളരെ മനോഹരമായ ഒരു 2 വരി പദ്യം കൂടി പാടട്ടെ. ബഹുമാനപ്പെട്ട ഇമാം ഹാഫിളുൽ ദഹബി തങ്ങൾ അവിടുത്തെ തദ്കിറത്തുൽ ഹിഫാദിൽ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ പാടിയ 2 മനോഹരമായ വരികൾ. ഇദാ മല്ലൈലു അളമക ബദുഹു ഫയസ്ബിറു അൻഹുമു വഹുമു റുകൂഉ. ഇദാ മല്ലൈലു അളമക ബദുഹു. അല്ലാഹുവിനെ പേടിച്ച് ഭയപ്പെട്ടു ജീവിക്കുന്ന മുത്തുമൂമിനീങ്ങളുണ്ടല്ലോ, അവരുടെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും സഹിച്ചുകൊണ്ട് രാത്രികളിൽ അവർ എഴുന്നേറ്റ് അല്ലാഹുവിനെ ഇബാദത്താണ്, പ്രാർത്ഥനയിലാണ്, അവർ കരച്ചിലാണ്. ഏതുവരെ വയസ്ഫിറു അൻഹുമു വഹുമു റുകൂഉ. പ്രഭാത സമയം വരെ അവർ സുജൂദിലും റുകൂഇലും പ്രാർത്ഥനയുമാണ്, അവർ കരച്ചിലാണ്, അവർ കണ്ണുനീരിലാണ്. അത്വറൽ ഖൗഫ നൗമഹുമു ഫഖമു വഅഹ്ലുൽ അംനി ഫിദ്ദുനിയാ ഹുജൂഉ. അല്ലാഹുവിനെ ഭയപ്പെട്ടു ജീവിക്കുന്ന ആളുകൾക്ക് രാത്രിയിൽ അല്പം മാത്രമേ ഉറങ്ങാൻ പറ്റുള്ളൂ. അവർ എഴുന്നേറ്റു ഇബാദത്തിലാണ്. പക്ഷേ വഅഹ്ലുൽ അംനി ഫിദ്ദുനിയാ ഹുജൂഉ. ഒരു പേടിയും ഭയവുമില്ലാത്ത ആളുകള് അവര് നന്നായി ഉറങ്ങുകയാണ്. അവർക്കൊരു ചിന്തയില്ല, അവർക്കൊരു പേടിയില്ല, അവർക്കൊരു ഭയമില്ല, അവർക്കൊരു മരണ ചിന്തയില്ല, അവർക്കൊരു വയസ്സിന്റെ നാൾ ഓർമ്മയില്ല, അവർക്കൊരു ഖബറിന്റെ ഓർമ്മയില്ല, അവർക്കൊരു നരകത്തിന്റെ ചിന്തയില്ല, അവർക്കൊരു കത്തിക്കാളുന്ന നരകത്തിനെ കുറിച്ച് ഓർമ്മയില്ല. വാഹിലുൽ അംനി ഫിദ്ദുനിയാ ഹുജൂഉ. അവർ നന്നായി ഉറങ്ങുന്നു. ഇവിടെ കേട്ടതനുസരിച്ച് നരകത്തെ കുറിച്ച് ചിന്തിച്ച് അള്ളാഹിനെ കുറിച്ച് ഓർത്ത് നന്നായി കരയണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ.